ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷാജു ചമ്മപ്പാറ, നമ്മുടെ ആദരണീയനായ PTA പ്രസിഡന്റ് ഡോക്ടർ മാത്യു ജോസഫ്, നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ വിദ്യാരംഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എസ്തേർ മരിയ, നഴ്സറി സ്കൂളിലെ സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വിദ്യാരംഗം എന്ന് പറയുന്നത് ആ ഒരു ദിവസം നമ്മൾ സ്കൂൾ തുറക്കുന്നത് മുതൽ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വർഷവും നാം സ്കൂൾ തുറക്കുന്ന ആ മാസം തന്നെ സാധാരണയായി നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും അതുപോലെ തന്നെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നടത്തുവാറുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യയന വർഷവും നമ്മൾ നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനോദ്ഘാടനം ഇന്ന് നടത്തുകയാണ്. വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തുന്നത് കുട്ടികളിലുള്ള കലാപരമായ കഴിവുകൾ കൂടി വികസിപ്പിച്ചെടുക്കുമ്പോഴാണ്. മാതാപിതാക്കൾ തീർച്ചയായും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ പഠനം എന്നുള്ള ഒന്ന് മാത്രമല്ല അവരുടെ മനസ്സിലുള്ളത്. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക, അങ്ങനെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും മനസ്സിൽ ഓരോ കുട്ടിയെയും സ്കൂളിലേക്ക് വിടുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യ എന്നതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലെ പഠനം മാത്രമല്ല, മറിച്ച് ഓരോ കുട്ടിയെയും തീർച്ചയായും അവന്റെ പ്രത്യേകപരമായ കഴിവുകൾ, പാടാനുള്ളതായിരിക്കാം, ഡാൻസ് കളിക്കാനുള്ളതായിരിക്കാം, പ്രസംഗിക്കാനുള്ളതായിരിക്കാം, ഇത് ഏതാണോ അത് കണ്ടറിഞ്ഞ് ആ കുട്ടിയെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കലാസാഹിത്യ വേദികളും വിവിധ ക്ലബുകളും അതിന്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന പല പല കലാപരിപാടികളും. ഞാനിനി എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ മുതൽ തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ സ്കൂളിന്റെ ഏതൊരു കാര്യത്തിനും നമ്മോടൊപ്പം എപ്പോഴും എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷാജു ചമ്മപ്പാറയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നലെ മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുകയുണ്ടായി, നമ്മുടെ പുതിയ PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്മാർ ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പൊ മുതിർന്ന കുട്ടികൾക്ക് പലർക്കും തന്നെ നമ്മുടെ പുതിയ PTA പ്രസിഡന്റിനെ അറിയാമായിരുന്നു, എന്നാൽ കുറച്ച് കുട്ടികൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഡോക്ടർ മാത്യു ജോസഫ്, ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ പുതിയ ഈ വർഷത്തെ PTA പ്രസിഡന്റായ ഡോക്ടർ മാത്യു ജോസഫാണ് നമ്മോടൊപ്പം ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തുകയും ഇന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പലരും പോകുന്ന ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ മുൻ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പോലെ മൈക്രോസ്കോപ്പും അതിന്റെ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പലരും കണ്ടുവന്നു. നമ്മുടെ അവിടെ ഇന്നു മുതൽ ഡോക്ടർ മൈക്രോസ്കോപ്പ് അറേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത പല കാഴ്ചകളും കാണുന്നതിനായിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ കുട്ടികൾ രാവിലെ വന്ന് ഇതിലെ കളിച്ച് ഒക്കെ നടക്കാതെ അതൊക്കെ കാണുകയും വീക്ഷിക്കുകയും എന്താണ് അതില് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് ആ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുകയും മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട്
ശ്രമിക്കുക. നമ്മുടെ സ്കൂളിന് ഇത്രയേറെ പിന്തുണ നൽകുന്ന നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റായ ഡോക്ടർ മാത്യു ജോസഫിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനത്തെ കുറിച്ച് അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു ഉദ്ഘാടകൻ അല്ലെങ്കിൽ ഉദ്ഘാടക വേണം. അപ്പം പലരുടെയും അഭിപ്രായം നമുക്ക് കുട്ടികളുമായി സദസ്സ് പങ്കുവെക്കാൻ പറ്റിയ ഒരാളായിരിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ എസ്തർ മരിയ ടോമിയെ നമ്മൾ കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാള മനോരമ പത്രത്തിലെ ഒരു വാർത്തയുണ്ടായിരുന്നു. എസ്തർ മരിയ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ 12ാം ക്ലാസ് ഫുൾ A+ കൂടി പാസ്സായ കുട്ടിയാണ്. നമുക്കറിയാം, ഒരു സ്കൂളിൽ 10, 200, 250 കുട്ടികൾ +2 പഠിക്കുന്നുവെങ്കിൽ വളരെ വിരളമായ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടാറുള്ളൂ. തന്റെ കഠിനാധ്വാനം മൂലം ഫുൾ A+ +2 വാങ്ങിച്ച എസ്തർ മരിയാണ് നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ TV-യിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അതിൽ എസ്തർ മരിയ പറയുന്നത് ഞാൻ കേട്ടു. ദൈവം നമുക്ക് എല്ലാവർക്കും ചില കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ കഴിവുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഓവർകം ചെയ്യുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും. തന്റെ കഴിവുകൾ കണ്ടെത്തി നമുക്ക് ഏവർക്കും ഒരു മാതൃകയായി ഇന്ന് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ വിദ്യാഭ്യാസ അംബാസിഡറായി മാറിയിരിക്കുന്ന എസ്തറിനെ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ വീക്ഷിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നഴ്സറിയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എന്റെ സഹപ്രവർത്തകർക്കും ഇന്നത്തെ പരിപാടികൾ കണ്ട് ആസ്വദിക്കുവാനും അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കുട്ടികളെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷാജി ചാമപ്പാറയച്ചനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മാരി എസ്തർ മരിയ ടോമി, സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് മാത്യു സാറേ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിജി സാർ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ആദ്യം ഒരു അപ്പോളജി പറയുകയാണ്. കാരണം ഞാൻ എത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തോന്നി ശരിയില്ല, ഞാൻ ഇങ്ങനെ പോവുകയില്ല. ഒരു സ്കൂളിനെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർക്ക് ഒത്തിരിയേറെ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഒരു കുട്ടിയെ ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പഠനത്തിനായിട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് തങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് ഇൻ്റലക്ച്വലായിട്ട് പഠിക്കണം. രണ്ടാമത്തെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരിൽ നൈസർഗികമായ ഒത്തിരിയേറെ വാസനകളുണ്ട്. ആ വാസനകളുടെ ഒരു വികാസം സ്കൂളിൽ സംഭവിക്കുന്നു. മൂന്നാമതായിട്ട് മാതാപിതാക്കന്മാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്
അവരുടെ സ്വഭാവ രൂപീകരണവുമാണ്. ഇതൊരു പ്രയോറിറ്റി ആയിട്ട് എല്ലാ പേരൻസിനും തന്നെ കണ്ടേക്കാം. ഞാൻ പേരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളുടെ ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ, മാനസികവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളുടെ വികാസം നിങ്ങളിൽ സംഭവിക്കണം. നമ്മൾ ഇവിടെ ഇന്ന് നമ്മുടെ അംബാസഡറായിട്ടൊരു ഉദ്ഘാടകയായിട്ട് തിരിക്കുന്ന എസ്തറിനെ കണ്ടു. ഷിജു സാർ പറഞ്ഞത് ഞാനും ആ ഇന്റർവ്യൂ ശ്രദ്ധിച്ചതാണ്, കണ്ടതാണ്. അപ്പോൾ എസ്തറിന് നിങ്ങളോട് ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എസ്തർ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് മാനസികവും ബൗദ്ധികവുമായ വികാസം തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയത്. അപ്പോൾ എസ്തർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളും അതുപോലെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹമനുസരിച്ച് സ്കൂളിലെ അധ്യാപകരുടെ ആ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഉന്നത വിജയം നേടാൻ സാധിക്കും. പഠനത്തിൽ മാത്രം മികവ് പുലർത്തുന്നവരാകാതെ എല്ലാ കാര്യങ്ങളിലും സമഗ്രമായിട്ടുള്ള വികാസം നിങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ വിദ്യാഭ്യാസ അംബാസിഡറായ കുമാരി എസ്തർ മരിയ ടോമിയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കുമാരി എസ്തറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം എല്ലാ ക്ലബ് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ പ്രിയ കൂട്ടുകാരെ,